ഹലോ വെൽക്കം ലൈഫ് സ്റ്റൈൽ മലയാളം. സോ ഈയിടായിട്ട് ഞാൻ കണ്ട ഒരു പെർഫ്യൂം ബ്രാൻഡാണ് സിസിയോ. സോ ഇത് ചിലരൊക്കെ എൻ്റെ അടുത്ത് ഇതിൻ്റെ പെർഫ്യൂംസ് റിവ്യൂ ചെയ്യാമെന്ന് ചോദിക്കേണ്ടായിരുന്നു. പക്ഷേ ആക്ച്വലി ഈ സിസിയോ എന്നുള്ള പേര് ഇത് ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്യാൻ നോക്കുമ്പോൾ എന്തൊക്കെയോ സെർച്ച് ചെയ്യായിരുന്നു. ഇത് ചിക്കോ എന്ന് സെർച്ച് ചെയ്തു, പിന്നെന്താണ് അങ്ങനെ പലതും പല പേരുകളും ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കി. ഇത് എന്താണ് പെർഫ്യൂം, പിന്നെ പെർഫ്യൂം നെയിംസ് ബ്രാൻഡ് നെയിം സ്റ്റാർട്ട് വിത്ത് സി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ സെർച്ച് ചെയ്തിട്ടൊന്നും കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ കമൻസിൽ നോക്കിയപ്പോൾ അതിനിങ്ങനെ റീഡ് ചെയ്ത് നോക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ഈ സിസിയോ പെർഫ്യൂംസ് റിവ്യൂ ചെയ്യുമെന്ന് ചോദിച്ചിട്ട്. അങ്ങനെയാണ് ഞാൻ ഈ സാധനം കണ്ടെത്തിയത്. ആക്ച്വലി ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയിരുന്നു, അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു തന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് സിസിയോൻ്റെ 20 ml ഒരു കോംബോ ബോക്സ് ആണ്. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 599 ആണ് ഇവിടെ MRP കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇതൊരു 360 or 350 ആ ഒരു പ്രൈസിലാണ് എനിക്കത് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ പ്രസൻറ്റേഷൻ ഇതിങ്ങനെയാണ് സാധനം വരുന്നത്. ഓക്കെ, ഇങ്ങനെയാണ്. ഇതാണ് രണ്ട് പെർഫ്യൂംസ്. സോ ഇതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ ഞാൻ വേറെ ചെയ്യാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഇനീഷ്യൽ ഒരു ഇംപ്രഷൻ മാത്രം, ഇതെന്താണ് ഇതിൻ്റെ ഫ്രാഗ്രൻസ് എന്ന് മാത്രം ഞാൻ പറയാം. കാരണം ഇതെനിക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്താ പറയുക ടെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇത് കിട്ടിയ അന്ന് ഞാൻ തോന്നുന്നു ഞാൻ ഇംഗ്ലീഷിൽ അങ്ങനെ ഒരു വീഡിയോ ചെയ്ത് പോയിട്ടുണ്ട്. ജസ്റ്റ് കൈ പിടിച്ചിട്ട് ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓപ്പണിങ് മാത്രം, അൺബോക്സിങ് മാത്രം. സോ പിന്നീട് അത് വീഡിയോ ചെയ്യാനും പറ്റിയിട്ടില്ല. ഓക്കെ, മാത്രമല്ല ഞാനിപ്പോൾ ഓൾറെഡി 1-2 വീഡിയോ ചെയ്തതിൻ്റെ ശേഷമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും സ്മെല്ലും ഇപ്പോൾ എനിക്ക് കിട്ടില്ല അതെന്താണെന്നുള്ളത്. അപ്പോൾ ഞാൻ ഇതിൽ ഉള്ളത് ഒന്ന് ഇൻറ്റൻസ് ആണ്, ഒന്ന് ബ്ലൂ ആണ്. അങ്ങനെയാണ് ഈ രണ്ട് പെർഫ്യൂംസ് ആണുള്ളത്. സിസിയോക്ക് വേറെ പെർഫ്യൂംസ് ഉണ്ട്. ഇത് സാധാരണ നമ്മുടെ അജ്മലിൻ്റെ ഒക്കെ 20 ml കാണുന്ന പോലത്തെ ഒരു എന്താ പറയുക ഒരു ബോട്ടിലാണ്, ഒരു ടിപ്പിക്കൽ 20 ml ബോട്ടിൽ. ഓക്കെ, അപ്പോൾ സാധനം കുഴപ്പമില്ല. പക്ഷേ ചെറിയ പ്രൈസിന് 20 ml 2 ബോട്ടിൽ കിട്ടുമെന്ന് പറയുമ്പോൾ റിയലി വാല്യൂ ഫോർ മണിയാണ്. ഇത് EDP ആണ് കേട്ടോ, ഓടെ പെർഫ്യൂമാണ്. ഓടെ പെർഫ്യൂം അത്യാവശ്യം കോൺസെൻട്രേഷൻ ഉള്ളതാണ്, 20% വരെ ഇതിൽ പെർഫ്യൂം ഉണ്ട്. അപ്പോൾ അതിൽ ഫ്രാഗ്രൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇത് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഇതിൽ ഒരെണ്ണം ഈ എനിക്ക് തോന്നുന്നു ഈ ബ്ലൂ ആണ്. ഇതിപ്പോൾ എനിക്ക് സ്മെല്ല് കിട്ടാത്തത്. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്താണ് സ്മെല്ല് എന്നുള്ളത്. ഇനിയിപ്പോൾ ഞാൻ അങ്ങനെ ഓക്കെ, ഇത് നമ്മുടെ പാക്കറോബാൻ ഇൻവിക്ടസിൻ്റെ സ്മെല്ലാണ് വരുന്നത് ഈ ബ്ലൂ എന്നുള്ളത്. പിന്നെ ഇൻറ്റൻസ്, ഇനി ഇതിലാണ് ഇവിടെയാണ് ഞാനൊരു വ്യത്യാസം കണ്ടത്. എനിക്കിത് ആക്ച്വലി സ്മെല്ല് കിട്ടുന്നത് നമ്മുടെ അജ്മലിൻ്റെ ഇവോക്ക് സിൽവർ മെന്ന് പെർഫ്യൂം ഉണ്ട്. എനിക്ക് തോന്നുന്നു അത് പെർഫ്യൂംസ് ഡി മാർലിൻ്റെ പെഗാസസ് അങ്ങനെ ഏതോ ഒരു പെർഫ്യൂമിന് ഇൻസ്പയർഡ് ആണത്. ഓക്കെ, ആ ഒരു വൈബാണ് എനിക്കിത് ഇന്ന് കിട്ടുന്നത്. അതായത് അതിലൊരു ക്രീമി കുറച്ചൊരു പൗഡറി ഒക്കെ പോലത്തെ, എന്നിട്ട് അതിൽ നിന്ന് ഇങ്ങനെ ഡെവലപ്പായി വരുന്ന ഒരു ഫ്രാഗ്രൻസ്, അത്യാവശ്യം നല്ലൊരു പ്ലീസിങ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ്. പക്ഷേ ഇത് വീഡിയോ ചെയ്ത് പലരും വേറെ പല പെർഫ്യൂംസായിട്ട് അക്കോഡിജിയോൻ്റെ ഇൻസ്പയർഡ് ആണെന്ന് പറഞ്ഞവരുണ്ട്. പിന്നെ വേറെ ഏതൊക്കെയോ പെർഫ്യൂംസായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞവരുണ്ട്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. എക്കോഡിജിയോ ഒക്കെ നമ്മൾ ഇനിയിപ്പോൾ നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മളെടുത്ത് സ്മെല്ല് ചെയ്തെടുത്ത് ഏതാ ചോദിച്ചാലും പറയാൻ കിട്ടുന്നത് അക്കോഡിജിയോ ആണെന്നുള്ളത്. കാരണം അത്രയേറെ നമുക്ക് അറിയുന്നതാണ്. ഈവൺ ഏതൊരാളും അത് യൂസ് ചെയ്തിട്ടുണ്ടാകും. കാരണം വൈൽഡ് സ്റ്റോണിൻ്റെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള വൈൽഡ് സ്റ്റോൺ കോഡ് സ്റ്റീൽ അത് എക്കോഡിജിയോൻ്റെ ഇൻസ്പയർഡ് ആണ്. സോ ആ ഒരു വാട്ടറി ഫ്രാഗ്രൻസ് അല്ല ഇവിടെ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം പറയാണ്, ഇത് വേറൊരു സ്മെല്ലാണ് വരുന്നത്. നല്ല പ്ലീസിങ് ആണ്. ഇത് മോശം സ്മെല്ലല്ല, നല്ലൊരു പ്ലീസിങ് ആയിട്ടുള്ള അക്കോഡിജിയോൻ്റെ പോലെ ലൈറ്റ് ആയിട്ടുള്ള സ്മെല്ലല്ല, കുറച്ചും കൂടി ഡെപ്ത് ഉള്ള ഒരു സ്മെല്ല്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പെർഫോമൻസും പിന്നെ മാത്രമല്ല ഇതിൻ്റെ നോട്ട്സ് എങ്ങനെയൊക്കെയാണ്, ഇത് ഏതൊക്കെ ഒക്കേഷൻസിൽ കാണുക എന്നുള്ളതൊക്കെ ഞാൻ ഇതിൻ്റെ ഇൻഡിവിജ്വലായിട്ട് ഇതിൻ്റെ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയാം. കാരണം ഇതൊന്നും ഞാൻ പിന്നെ പെർഫോമൻസ് ഒന്നും നോക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് എത്ര നിൽക്കുമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഈ വീഡിയോ വരുന്ന സമയത്തും ചിലപ്പോൾ എനിക്ക് പറയാൻ പറ്റിക്കൊള്ളണം എന്നില്ല. എന്തായാലും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ ഞാൻ പിന്നീട് ചെയ്യാം. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഇതിൻ്റെ ഫ്രാഗ്രൻസ് ക്വാളിറ്റി നല്ലത് തന്നെയാണ്. ഒരു ചെറിയ പ്രൈസിന് ഒരു 350 റുപ്പീസിന് ഇങ്ങനെ ഒരു ബോക്സിൽ 2 പെർഫ്യൂമൊക്കെ കിട്ടുന്നില്ലേ, അത് ക്വാളിറ്റി വൈസ് ഇറ്റ്സ് ഗുഡ്. ഇനി പെർഫോമൻസ് വൈസ് ദാറ്റ് ഐ നീഡ് ടു ചെക്ക്. ഓക്കെ, സോ എനിവേസ് ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.